ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ. കോടതിയിൽ അനാമികയുടെ വക്കീൽ ഓരോരുത്തരെയായിട്ട് വിചാരണ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് വിളിച്ചത് ദേവയാനിയാണ്. അങ്ങനെ ദേവയാനി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് വക്കീല്, അനന്തപുരിയിലെ മൂത്ത മരുമകൾ അല്ലേ? അതെ. കോടതിയിൽ സത്യം മാത്രമേ ബോധ്യപ്പെടുത്താവൂ എന്നിങ്ങനെ വക്കീല് പറയുന്നുണ്ട്. അനന്തപുരിയിൽ സ്ത്രീകളെല്ലാവരും തന്നെ ആണുങ്ങൾക്ക് അടിമകളാണെന്നാണ് മുമ്പേ അനാമിക ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് കുടുംബം രക്ഷിക്കാനായി നുണ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ള സത്യം എന്തായാലും അത് കോടതിയുടെ മുന്നിൽ പറയാം. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും നുണ പറയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല കോടതിയിലേക്ക് വന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, സത്യമുണ്ട്, അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി മാത്രമാണ് വന്നത്. അപ്പൊ വക്കീല് പറയുന്നുണ്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം, എന്നാൽ ആ കോൺഫിഡൻസിൽ കോടതിയിൽ നിന്ന് കളവ് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങളോടായിട്ട് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ഈ നിൽക്കുന്ന ആദർശല്ലേ നിങ്ങളുടെ ഒരേ ഒരു മകൻ? അതെ. ഈ നിൽക്കുന്ന ആദർശന്റെ ഭാര്യ നയനെ ആദ്യമൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇവര് ആദ്യമൊക്കെ കുറെ അധികം ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ഈ കുട്ടിയെ വീട്ടിലേക്ക് വിളിക്കരുതെന്നും പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, ഈ കുട്ടിയെ അവളുടെ വീട്ടിലേക്ക് പോലും നിങ്ങൾ അയച്ചിരുന്നില്ല. ഈ കുട്ടിയുടെ ഭർത്താവിന്റെ കൂടത്തിൽ ഭർത്താവ് ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു അല്ലേ? ഇതൊക്കെയല്ലേ സത്യം? അല്ല, ഒരിക്കലുമല്ല. പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് നിങ്ങളുടെ അയൽവക്കത്തുള്ളവരും ചുറ്റുമുള്ളവരും ഒക്കെ കൂടി തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ ഇതിനൊക്കെ തെളിവാണെന്ന് പറയാം. ഈ നിൽക്കുന്ന അനാമികയോട് ആ കുട്ടിയുടെ അമ്മായിമ്മ, അതായത് നിങ്ങളുടെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ, അവര് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം. അതുമാത്രമല്ല, ഈ പറയുന്ന അനിയുടെ അമ്മയ്ക്ക് ആദ്യമൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ നയനയെ. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരും ഈ കുട്ടിയെ വെറുത്തു തുടങ്ങിയത്. എന്താ, ശരിയല്ലേ? ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഈ പറയുന്നതൊന്നും വെറും കേട്ടറിവുകൊണ്ട് മാത്രമല്ല, വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്തായാലും ആ തെളിവും കൂടി ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാം. ഇനി പറയൂ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മരുമകളോട് താല്പര്യമില്ലാതിരിക്കാൻ കാരണം? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഒരിക്കലും നിങ്ങൾ പറഞ്ഞതല്ല സത്യം. അന്നത്തെ ദിവസം അത് വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നയനയുടെ ചേച്ചി നവ്യയാണ് ആദർശിന് വേണ്ടി വിവാഹം ആലോചിച്ചത്. ആ സമയം അനന്തപുരിയിലെ ദത്തുപുത്രി ജലജയുടെ മകൻ അബിയുടെ കൂടെ നവ്യ ഒളിച്ചോടുകയായിരുന്നു. സത്യം പറഞ്ഞ നവ്യയുടെ മനസ്സ് അവൻ മാറ്റിയെടുത്തതായിരുന്നു. നവ്യ ഒരു കോടീശ്വരിയാണെന്ന് കരുതി അവൻ അവളെ കയറി പ്രേമിച്ചു. അവസാനം നവ്യയ്ക്ക് ഒന്നുമില്ലാത്തവളാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഒഴിവാക്കാനും നോക്കി. അന്ന് ശരിക്കും നവ്യയ്ക്കൊരു അബദ്ധം പറ്റിയതായിരുന്നു. അന്ന് അവൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പാവം എന്റെ നയനമോള് ആദർശിന്റെ ഭാര്യയായി ഒരുപാട് ത്യാഗം അനുഭവിച്ചത്. സത്യം തന്നെയാ, ആദ്യമൊന്നും എനിക്ക് നയനയെ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അവളെ അവഗണിച്ചിട്ടുമുണ്ട്, ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് മതി, നിങ്ങൾക്ക് കരള് തന്നതിന് ശേഷമാണെന്നല്ലേ എന്നിങ്ങനെ വക്കീല് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം മരുമകളെ മനസ്സിലാക്കാൻ അവരുടെ കരള് തന്നെ ദാനമായി നൽകേണ്ടി വന്നു അല്ലേ? അതിനു മുമ്പ് ആ പെൺകുട്ടിയെ വീട്ടിലിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ നിങ്ങളിങ്ങനെ വിക്കി പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം അല്ലേ? ഓക്കെ, എനിക്കിനി ചോദിക്കാനുള്ളത് ഈ നിൽക്കുന്ന ആദർശനോടും ആദർശന്റെ ഭാര്യയോടുമാണ്. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ ദേവയാനി കയറിയ ഉന്മേഷമില്ലാതെ തിരിച്ചിറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കയറുന്നത് നയനയും ആദർശുമാണ്. ആദർശ്, നയന, നിങ്ങളെന്നാ വിവാഹം കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇനി എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നിങ്ങൾ തരണം. അല്ലെങ്കിലും വ്യക്തമായ ഉത്തരങ്ങൾ തരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ കോടതിയിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കോടതിയിൽ മുന്നിൽ പറയുള്ളൂ. അപ്പൊ വക്കീല് പറയുന്നുണ്ട്, എല്ലാവർക്കും നല്ല ഓവർ കോൺഫിഡൻസാ. പക്ഷേ എന്റെ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും ചൂളി നിൽക്കുകയാണല്ലോ ആദർശേ. ശരി, വാ നമുക്ക് അടുത്തതായി ചോദ്യത്തിലേക്ക് കടക്കാം. ആദർശം സ്വന്തം ഭാര്യയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, സാർ, കുറച്ച് നേരമായിട്ട് സാറ് എന്റെ ഫാമിലിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള കാര്യത്തിന് ഇവിടെ എന്താണ് പ്രസക്തി ഉണ്ടോ? ഇവിടെ നിങ്ങളൊക്കെ പ്രതികളാണ്. പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുക എന്നുള്ളത് കോടതിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ.
ശരി, ചോദിക്കൂ. ഈ സമയത്ത് നവീനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നവീനൊക്കെ നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശന് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും മുത്തശ്ശിയുടെ മുഖത്ത് നല്ല പേടിയും കാണാമായിരുന്നു. ഈ സമയത്ത് ഇതേപോലെ തന്നെ അപ്പുറത്തായിട്ട് അജയനും ജയനും ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അനാമികയുടെ വക്കീലിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി എന്റെ ചോദ്യം ആദർശിനോടാണ്. ആദർശിന് എത്ര ഭാര്യമാരുണ്ട്? സത്യം തന്നെ പറയണം. തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരു ഭാര്യയേ ഉള്ളൂ. അതെ, നിങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചത് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ ടൈം പാസ്. ആ ടൈം പാസിൽ ഓരോരുത്തർക്കും ഓരോ കുട്ടി അല്ലേ? അപ്പൊ ആദർശിന് ദേഷ്യം വരുന്നുണ്ട്. ആദർശ് വരുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? അപ്പൊ വക്കീല് പറയുന്നുണ്ട്, സത്യം പറയണം ആദർശേ, ഇതൊക്കെ കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കോടതിയിൽ വേണ്ടത് തെളിവുകളാണ്. നിങ്ങൾക്കൊരു കാമുകിയും അതിലൊരു കുട്ടിയുമുണ്ട്. ആ കാമുകിയാണെങ്കിൽ ഇപ്പൊ കോമ സ്റ്റേജിലാണ്. ഇത് ആദർശിന് നിഷേധിക്കാനാവുമോ? പിന്നെ ആ കോമ സ്റ്റേജിലാകാൻ കാരണം ആദർശല്ലല്ലോ, ഇതിലൊരു കുട്ടിയുണ്ടല്ലോ. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? പറയൂ, എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? ചന്തുമോള്. ഈ പറയുന്ന ചന്തുമോള് ഇപ്പോൾ അനന്തപുരി നിങ്ങളുടെ കൂടെയല്ലേ വളരുന്നത്, നിങ്ങളുടെ സ്വന്തം മകളായിട്ട്. ഇവര് ആ കുട്ടിയുടെ അമ്മയായിട്ടും. അപ്പൊ നയന പറയുന്നുണ്ട്, അതെ, ചന്തുമോള് ഞങ്ങളുടെ സ്വന്തം മോളെ പോലാണ്. നിങ്ങളുടെ സ്വന്തമല്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഭർത്താവിന്റെ സ്വന്തമല്ല എന്ന് പറയാൻ നിങ്ങളെ കൊണ്ടാവുമോ? അപ്പൊ നയന ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, പറ്റും, അതൊരിക്കലും ആദർശേട്ടന്റെ കുഞ്ഞല്ല. ചിരിച്ചുകൊണ്ട് വക്കീല് ചോദിക്കുന്നുണ്ട്, കുറച്ചു മുമ്പ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കോടതിക്ക് മുമ്പിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്ന്? എന്നിട്ടെന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? ഞാൻ പച്ചക്കള്ളമൊന്നുമല്ല പറഞ്ഞത്. ചന്തുമോള് ആദർശേട്ടന്റെ കുഞ്ഞല്ല. ആദർശിന്റെ കുഞ്ഞല്ലെന്നോ? എങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് സ്വന്തം മകളാന്നും പറഞ്ഞ് ആദർശ് കൊണ്ടു നടന്നത്? ഈ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു അത് ആദർശിന്റെ കുഞ്ഞാന്ന്. ഇതൊന്നും നിഷേധിക്കാനായിട്ട് നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ വന്നതുമില്ല. അതിൽ നിന്ന് തന്നെ ഉറപ്പല്ലേ? ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കുറെ പേര് അല്ലാന്ന് പറയും, കുറെ പേര് അതേന്ന് പറയും. ഇതിൽ നിന്ന് തന്നെ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ അനാമികയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് തന്നെ. ഇനിയും തെളിവുകൾ നേരത്താൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് അയാൾ അയാളുടെ ചെയറിൽ പോയിരിക്കുന്നുണ്ട്. അടുത്ത ഊഴം നവീൻ്റെതാണ്. നവീൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. നവീൻ കോടതിയോട് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ഈ കേസിലെ സാക്ഷിയായ അനാമികയെ ഒന്നുകൂടി വിസ്തരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ കോടതി അനാമിക അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ നവീൻ ചോദിക്കുന്നുണ്ട്, അനാമികയ്ക്ക് 23 വയസ്സ് അല്ലേ? അതെ. ഈ 23 വയസ്സിൽ എത്ര തട്ടിപ്പുകൾ നടത്തി? എന്തായാലും 23 വയസ്സായതുകൊണ്ട് ഒരു വിവാഹ തട്ടിപ്പ് നടന്ന് കാണാനേ ചാൻസ് ഉള്ളൂ. ബാക്കി എന്തൊക്കെ തട്ടിപ്പാണ് നടത്തിയത്? അപ്പൊ അനാമിക പറയുന്നുണ്ട്, തട്ടിപ്പോ? ഞാൻ എന്ത് തട്ടിപ്പ് കാണിച്ചു എന്നാ? വെറുതെ അഭിനയിക്കേണ്ട. നിങ്ങൾ കാണിച്ച തട്ടിപ്പിന്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നേ പറ്റുള്ളൂ. നിങ്ങളുടെ അച്ഛൻ വേണു, അയാള് ഒരു മഹാകള്ളനാണ്. പണക്കാരായവരെ കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് കടം വാങ്ങി അവരെ കാണുമ്പോൾ മുങ്ങി നടക്കലല്ലേ നിങ്ങളുടെ അച്ഛന്റെ പ്രധാന പണി. അയ്യോ, കോടതി ഇതൊന്നും വിശ്വസിക്കരുത്. ഈ പറയുന്നത് മുഴുവൻ കള്ളമാണ്. എന്റെ അച്ഛൻ സാധാരണ ഒരു മനുഷ്യനാണ്. അത് ഞങ്ങൾക്കറിയാം. എല്ലാവരും സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അത് എല്ലാവരുടെയൊന്നും കടം വാങ്ങിക്കുന്നതായിരിക്കും. ഒരിക്കലുമല്ല. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത്. എങ്കിൽ പറ, അനാമികയുടെ അച്ഛന്റെ ജോലി എന്താണ്? അത് പിന്നെ എന്താ, അച്ഛന്റെ ജോലി അറിയില്ലേ? സ്വന്തം അച്ഛന്റെ ജോലിയാണ് ചോദിച്ചത്, അല്ലാതെ വേറെ ആരുടെയുമല്ല. അത് പിന്നെ അച്ഛന് ജോലി ബിസിനസ്സാണ്. ബിസിനസ്സോ? എന്തിന്റെ ബിസിനസ്? അങ്ങനെ ഇന്ന ബിസിനസ് ഒന്നും ഇല്ല. ആഹാ, ഇത് കൊള്ളാലോ. സ്വന്തം അച്ഛന്റെ എന്ത് ബിസിനസ് ആണെന്ന് കൂടി മകൾക്കറിയില്ലേ? അത് പിന്നെ അച്ഛന് ഒരുപാട് ബിസിനസ് ഉണ്ട്. അത് എന്തൊക്കെയാന്ന് ഞാനെങ്ങനെ അറിയാനാ? ഇതൊക്കെ അച്ഛനല്ലേ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല. ഇതിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അനാമികയുടെ വക്കീൽ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ഒബ്ജക്റ്റ് യുവർ ഓണർ എന്ന് പറഞ്ഞ്. അപ്പൊ ജഡ്ജി പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് നവീൻ ഇടയ്ക്ക് കയറിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കൂ. നിങ്ങൾക്ക് പറയാൻ അവസരം ഇനിയും തരാം. ജഡ്ജി അനാമികയോടായിട്ട് പറയുന്നുണ്ട്, അച്ഛന്റെ തൊഴിൽ അറിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല. അപ്പൊ വേണു എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഒരുപാട് തൊഴിലുണ്ട്, അതൊന്നും മോക്കറിയില്ലല്ലോ.
നിങ്ങൾക്ക് പറയാനുള്ള അവസരം തരും, ആ സമയത്ത് പറഞ്ഞാൽ മതി, അല്ലാതെ എടുത്തു ചാടി പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി വേണുവിനെയും താക്കീത് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നവീൻ വീണ്ടും അനഘയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛൻ്റെ തൊഴിൽ എന്താണെന്ന് അറിയില്ല. ശരി, സ്വന്തം അച്ഛൻ്റെ തൊഴിൽ എന്നാന്നറിയാത്ത ഏക മകൾ. ശരി, അടുത്ത എൻ്റെ ചോദ്യം, അനാമികയ്ക്ക് എത്ര കാമുകന്മാരുണ്ട്? നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കാമുകന്മാരുണ്ട്? എനിക്ക് ഒരു കാമുകനുമില്ല എന്ന് അനാമിക പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, കാമുകനില്ലാതെയാണോ എല്ലാ ദിവസവും കണ്ട പയ്യന്മാരെയൊക്കെ കൂടെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? അതും ഒരു ഡേറ്റിംഗ് പോലെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് ഡേറ്റിംഗ് ഒന്നുമല്ല, അതെൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സായിട്ട് ആമ്പിള്ളേർ മാത്രമേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഇപ്പോൾ ആമ്പിള്ളേർ ഫ്രണ്ട്സായിട്ടുള്ളത് കോമൺ ആണല്ലോ, അതുകൊണ്ട് അത് ഞാൻ വിട്ടു. എന്നാലും ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് കാമുകനില്ലേ? ഇല്ല 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 എന്ന് അനാമിക തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ വീണ്ടും ചോദിക്കുന്നു, ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഞാനും കാണിക്കാം. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഭർത്താവ് അനിയെ മർദ്ദിക്കാറില്ലേ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, മർദ്ദിക്കാറോ? ഞാനോ? ഞാൻ ഇന്ന് വരെ അനിയെ വാക്കുകൾ കൊണ്ട് പോലും നോവിച്ചിട്ടില്ല. ഇല്ല, ഇത് പച്ചക്കള്ളം. വക്കീൽ പറയുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഇങ്ങനെ കളവ് പറയാൻ പറ്റുന്നു? നിങ്ങൾ അനിയെ ബെൽറ്റ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പറയാൻ ഞാൻ കേൾക്കാൻ കൊള്ളാത്ത പല വാക്കുകളും അവനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനിയെ മറ്റൊരാളെയും കുറിച്ച് നിങ്ങൾ ഇല്ലാക്കഥകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളിത് വിശ്വസിക്കരുത്, കോടതി ഇത് വിശ്വസിക്കരുത്. ഞാനൊരിക്കലും ഇല്ലാക്കഥകൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം ഉള്ള കഥകൾ തന്നെയാണ്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, എനിക്കൊരു കാമുകിയുണ്ടായിരുന്നു, അത് ശരിയാണ്. അനി ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. പക്ഷേ കുടുംബക്കാരെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അനി നിങ്ങളെ വിവാഹം കഴിച്ചു. എന്നാൽ നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പോലും നിങ്ങൾ എനിക്ക് സ്വസ്ഥയും സമാധാനവും കൊടുത്തിട്ടില്ല. എപ്പോഴും അനി സ്നേഹിച്ച പെൺകുട്ടിയെ പറ്റി പറഞ്ഞ് അനിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യരാത്രിയുടെ അന്ന് പോലും അനിയുടെ ഫോണിലേക്ക് കുറേ പെൺപിള്ളേർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നിർത്ത്, വെറുതെ പച്ചൻ കള്ളം കോടതിയിൽ നിന്ന് പറയരുത്. അന്നേ ദിവസം അനിയുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള കോളുകളൊക്കെ പരിശോധിക്കാനും അതിൻ്റെ ലിസ്റ്റ് എടുക്കാനും ഇപ്പോൾ പറ്റും. അതിനൊക്കെ നിമിഷങ്ങൾ മാത്രം മതി. പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു കൂട്ടുന്നത്? നിങ്ങൾ ആരുടെ മുമ്പിൽ എങ്ങനെ കളവ് പറഞ്ഞ് ജയിക്കാൻ നോക്കുന്നത്? കോടതിക്ക് മുമ്പിലോ? അതൊരിക്കലും സാധ്യമാവുകയില്ല. ഈ സമയത്ത് വേണു രേവതിയോട് പറയുന്നുണ്ട്, രേവതി, നമ്മൾ വിചാരിച്ച പോലും ഒന്നല്ല കേട്ടോ, ഇവനാള് ഇത്ര ടെററാ. രേവതി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മളെങ്ങാനും തോക്കുവോ ചേട്ടാ? എൻ്റെ രേവതി, നീ അങ്ങനൊന്നും പറയാതെ ജയിക്കുന്നു തന്നെ മനസ്സിൽ ഉറപ്പിക്ക്. ഈ സമയത്ത് അനന്തപുരിക്കാരൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അവരെല്ലാം നവീൻ്റെ പ്രകടനം കണ്ട് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നവീൻ വക്കീൽ പിന്നെയും അനാമികയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കി സ്വാർത്ഥയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളത് നിഷേധിക്കുമോ? ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. ശരി, എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അതിനു വേണ്ടിയിട്ട് എനിക്ക് അനാമികയുടെ അച്ഛനെയും അമ്മയും കൂടെ ഒന്ന് വിസ്തരിക്കണം. അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞങ്ങളല്ലെങ്കിലും സത്യം മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ വക്കീൽ പിന്നെയും പറയണം, സത്യം പറയണം. ഓരോരുത്തരോടായിട്ടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന ആളല്ലാതെ മറ്റുള്ളവർ സംസാരിക്കാൻ പാടില്ല. മറ്റുള്ളവരോട് സ്നേഹവും കരുതലും ഇല്ലാത്തൊരു കുടുംബമാണ് നിങ്ങളുടേത്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ. ഈയിടയ്ക്ക് അനന്തപുരിയിലെ മൂത്ത മരുമകൾ ഹോസ്പിറ്റലായിരുന്നു. അത് കരൾ കേടായിട്ട് ഒത്തിരി നാളത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതിന് കരൾ കൊടുത്ത് രക്ഷിച്ചത് സ്വന്തം മരുമകൾ തന്നെയാണ്. ആ കരൾ കേടാവാൻ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുമോ? അയ്യോ, എന്തൊക്കെയാണ് ഇയാളീ പറയുന്നത്? ഞങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇയാളിപ്പോൾ പറയുന്നത്. രേവതി പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല. ഇയാളെ പച്ചക്കള്ളമാണ് പറയുന്നത്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, പച്ചക്കള്ളം ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ചോദിക്കുന്നവർ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന്. എൻ്റെ ചോദ്യം ഈ വക്കീലിനോടാണ്, വേണുവിനോടാണ്. അപ്പോൾ വേണു മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞങ്ങളന്ന് അങ്ങനൊന്നും ചെയ്തിട്ടില്ല സാറേ. നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങളോട് ഈ കേസിൻ്റെ കാര്യം എടുത്തിട്ടപ്പോൾ നിങ്ങളുടെ മുഖഭാവം പോയത് ഞാൻ ശ്രദ്ധിച്ചതാ. പിന്നെ ഒരു തെളിവുമില്ലാതെ ഞാനിങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങളല്ല അനന്തപുരിയിലെ മൂത്ത മകളായ ദേവയാനയുടെ കരൾ പോകാൻ കാരണം? അല്ല സാറേ, ഞങ്ങളല്ല. അവിടെ അവരോട് വിരോധമുള്ള ഒത്തിരി പേരുണ്ട്. അവരുടെ മരുമകൾ തന്നെ അവരോട് വിരോധമുള്ള ഒരാളായിരുന്നു.
അവൾ തന്നെയായിരിക്കണം ആ പാലിൽ വിഷം കലർത്തിയത്. അവളുണ്ടാക്കി വെച്ച പാലല്ലേ അവർ നേരത്തെ കുടിച്ചത്. അവളൊന്നും ഇവളൊന്നും ഒന്നും ഇവിടെ പറയാൻ പാടില്ല. നേരത്തെ കോടതി പറഞ്ഞത് താനും കേട്ടതല്ലേ. നിങ്ങളുടെ ഭാഗത്ത് ശരിയെ വലിച്ചിട്ടപ്പോൾ നിങ്ങൾ ആകെ കുടുങ്ങി അല്ലേ. അങ്ങനെ വക്കീൽ ഓരോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേണു വിഷമാങ്ങിക്കാൻ പോയതും അതിനു വേണ്ടിയിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയും അനാമികയുടെ കൂടെ അന്ന് അനന്തപുരിയിൽ തങ്ങിയതും അങ്ങനെ ദേവയാനി കലക്കി വെച്ച പാലിൽ വിഷം കലർത്തിയതും എല്ലാം അവർ തന്നെയാണ്. അതിൻ്റെ എല്ലാ തെളിവുകളും നവീൻ വക്കീൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവയാനിക്ക് വേണ്ടിയല്ല, നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് കൂടി കോടതിയിൽ അവർ തെളിയിക്കുന്നുണ്ട്. അതുപോലെ വേണു കാശ് കൊടുത്ത് പറ്റിച്ചവരിൽ 10ഓളം പേരെ കോടതിയിൽ സാക്ഷികളായി വിസ്തരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും നേരം ടെൻഷൻ അടിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇതുമില്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സന്തോഷത്തിലാവുന്നുണ്ട്. നമുക്ക് ജയിക്കാനുള്ള സ്കോപ്പ് ശകലെങ്കിലും ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും നന്ദഗോപൻ വക്കീലിനോട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പുള്ളിയാകെ കലിപ്പിലാണ്. വേണുവും അനാമികയും കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വക്കീല് അവരെ രണ്ടുപേരോടും ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്കിതൊക്കെ എന്നോട് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ കോടതി വീണ്ടും അടുത്ത സിറ്റിങ്ങിനായിട്ട് ഡേറ്റ് നിശ്ചയിച്ച് അവിടെ നിന്ന് പിരിയുകയാണ്.